മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥനയായിരുന്നല്ലോ. അതിൻ്റെ 6:13 ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ആൻഡ് ഡു നോട്ട് ലീഡ് us into temptation, but deliver us from evil. Lead us not into temptation, but deliver us from the evil one. ഇന്ന് നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ടെംപ്റ്റേഷൻ ഫോർ എ മോഡേൺ പേഴ്സൺ ഇസ് എ ബാഡ് വേർഡ്. മലയാളത്തിൽ പരീക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് പ്രലോഭനം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരീക്ഷ എന്ന വാക്കും ഇംഗ്ലീഷിൽ ടെംപ്റ്റ് എന്നുള്ള വാക്കാണ്. അപ്പോൾ അത് ഞാൻ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഒരു ബുക്കിൽ ഇങ്ങനെ വായിച്ചത് ഇങ്ങനെയാണ്. അതിൻ്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഓഫൺ ബെറ്റർ ട്രാൻസ്ലേറ്റഡ് ബൈ ദ വേർഡ് ടെസ്റ്റ്. അപ്പോൾ ലീഡ് us നോട്ട് ഇൻ ടു ടെസ്റ്റിംഗ് എന്നാണ്, അല്ലെങ്കിൽ ട്രയൽസ് എന്നാണ് അതിൻ്റെ ഒരു രീതിയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് യൂസേജ്, ടു ടെംപ്റ്റ് എ പേഴ്സൺ ഇസ് നോട്ട് സോ മച്ച് ടു സീക്ക് ടു സെഡ്യൂസ് ഹിം ടു സിൻ, but is to test his strength and his loyalty and his ability for service. Let me read a few verses, then you will understand. About I'm going to read from Luke chapter 8 verses 13. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാവും. ലൂക്കോസ് 8:13 പാറമേൽ ഉള്ളവരോ കേൾക്കുമ്പോൾ വചന സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യും. ഇൻ ദ ടൈം ഓഫ് ട്രയൽസ് എന്നാണ് ചിലടത്ത് പറഞ്ഞത്, പരീക്ഷാ സമയത്ത്. അപ്പോൾ ചിലടത്ത് ടെംപ്റ്റേഷൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു വാക്യം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ലൂക്ക് 22:28, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 28 കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്കാണ്, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. അപ്പോൾ യു ആർ ദോസ് ഹു സ്റ്റൂഡ് ബൈ മീ ഇൻ മൈ ട്രയൽസ് എന്ന് എഴുതിയിരിക്കുന്നത്. ടെംപ്റ്റേഷൻ എന്നാണ് ആ വാക്ക്, അതിൻ്റെ മൂലവാക്ക് സെയിം വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെങ്കിൽ ട്രയൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് പ്രലോഭനങ്ങളല്ല. അങ്ങനെ വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. കർത്താവ് പത്രോസിനോട് പറയുന്നൊരു ഭാഗമുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കും. എന്തായിരുന്നു പത്രോസ് അനുഭവിച്ച പരീക്ഷ? യേശുവിനെ തള്ളിപ്പറയാനുള്ളൊരു പരീക്ഷ. അതൊരു പ്രലോഭനം കൂടെയായിരുന്നു, അല്ലേ? അപ്പോൾ ഇത് 2 രീതിയിലും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതിന് മുമ്പ് പറയുന്നുണ്ട്, ദൈവം അവനെ പരീക്ഷിച്ചതെന്തെന്നാൽ. ഓതറൈസ്ഡ് വേർഷനിൽ പറഞ്ഞിരിക്കുന്ന ആൻഡ് ഇറ്റ് കെയിം ടു പാസ് ഗോഡ് ഡിഡ് ടെംപ്റ്റ് എബ്രഹാം. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. ഇറ്റ് മീൻസ് ടു സബ്മിറ്റ് എബ്രഹാം ടു എ ടെസ്റ്റ് ഓഫ് ലോയൽറ്റി ആൻഡ് ഒബീഡിയൻസ്. സോ വെൻ വി ഫൈൻഡ് in the Bible the word tempt, there is an idea of testing also in it. So testing or temptation is not designed to make us fall. Temptation
or testing is designed to make us stronger and better men and women. നമ്മളെ തകർക്കാനല്ല, നമ്മളെ വീഴ്ത്തുവാനല്ല പരീക്ഷകൾ നമ്മളെ കടത്തിവിടുന്നത്. നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയാണ്. ഇറ്റ്സ് നോട്ട് ഡിസൈൻഡ് ടു മേക്ക് സിന്നേഴ്സ്. നമ്മളെ കൂടുതൽ പാപികളാക്കാൻ വേണ്ടിയല്ല, നമ്മളെ ഇച്ചിരൂടെ സ്ട്രോങ് ആക്കി ഇച്ചിരൂടെ മേത്തരമാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ പരീക്ഷകളിലൂടെ കടത്തിവിടുന്നത്. നമുക്കറിയാം, കപ്പലുണ്ടാക്കുവാൻ മെറ്റൽ അല്ലെങ്കിൽ വലിയ വലിയ ബ്രിഡ്ജുകൾ ഉണ്ടാക്കുവാൻ we see there is iron pillars. അപ്പോൾ ഈ അയൺ പില്ലേഴ്സ് അവർ ഉണ്ടാക്കുമ്പോൾ they test the metal. ഇപ്പോൾ 1000 ടണ്ണാണ് ആ മെറ്റലിലൂടെ പുറത്ത് പോകാനായിട്ട് അല്ലെങ്കിൽ ആ ബ്രിഡ്ജിന്റെ പുറത്തൂടെ പോകാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാൻ ഉദാഹരണം പറയാം, ഈ മെറ്റലിനെ 1000 ടണ്ണ് വെച്ചല്ല അവർ ടെസ്റ്റ് ചെയ്യുന്നത്. റിഗറസ് ടെസ്റ്റിംഗ് ഓഫ് 2000 ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ നേരെ ഡബിൾ വഹിക്കാവുന്ന ഉള്ള വെയിറ്റും കൊണ്ടായിരിക്കും ഈ മെറ്റലിനെ ടെസ്റ്റ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി യൂസ്ഡ് ഫോർ എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ്, അല്ലേ? സോ a man has to be tested before God uses him greatly for his service. As I was telling, when metals are used for big projects, it has to undergo severe testing, stress testing. And those testing times, they test that metal with much more load or testing than it's normally designed to bear. So, a man has to be tested before God can use him greatly for his service. അടുത്തത് അവിടെ പറയുന്നത് ഡെലിവറസ് ഫ്രം ദ ഈവിൾ വൺ. ഞാൻ ഈ ടെംപ്ടേഷൻ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിനെ പറ്റി ഞാൻ മടങ്ങി വരും. അവിടെ പറയുന്നത് ഡെലിവറസ് ഫ്രം ദ ഈവിൾ വൺ. ദുഷ്ടങ്കൽ ഞങ്ങളെ വിടിവിക്കണം, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണം. ദൈവവചനത്തിൽ ദുഷ്ടനെ പറ്റി പറയുന്നത്, ദുഷ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈവിൾ വൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, സൈറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡെവിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈറ്റൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബിനെ പരീക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇയ്യോബിന്റെ കഷ്ടതകൾ വരുത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വർഗത്തിൽ ദൈവപുത്രന്മാർ നിൽക്കുന്നു, അതിൻ്റെ കൂടെ സാത്താന് നിൽക്കുന്നു. അപ്പോൾ സാത്താന് അവിടെ നിൽക്കുന്നു. എന്താ? അവൻ അക്യൂസ് ചെയ്യാൻ തുടങ്ങി. നീ ഇയ്യോബിന് ഇത്രയും സൗകര്യങ്ങൾ കൊടുത്തിട്ടാണല്ലോ, വേലി കെട്ടിയിട്ടാണല്ലോ അവൻ നിന്നെ സേവിക്കുന്നത് എന്ന് പറഞ്ഞു. സോ ഹി ഈസ് ബീൻ ലൈക്ക് എ പ്രോസിക്യൂട്ടർ. ഡെവിൾ എന്ന് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞ ഡയാബോലോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ദാറ്റ്സ് മീനിങ് സ്ലാൻഡർ. സോ ഈവിൾ വൺ എന്ന് പറയുന്നത് അഡ്വേഴ്സറി, ദൈവത്തിൻ്റെ പദ്ധതികളെ ഈ ലോകത്തിൽ തകർക്കാൻ വേണ്ടി ഉള്ള ദുഷ്ടൻ. മനുഷ്യനെ എതിർക്കുക, ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കുക. ഇതാണ് സാത്താൻ്റെ ഉദ്ദേശം. Satan stands for everything which is anti-God and anti-man. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ടെംപ്ടേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ലൈഫ് ഈസ് ഫുൾ ഓഫ് ടെംപ്ടേഷൻസ്, അല്ലേ? സോ സംടൈംസ് വെൻ വി ആർ ടെംപ്റ്റഡ് ടു സിൻ, വി ആർ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കങ്ങനെയും, ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടും ഈ വാക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ, ഈ പ്രലോഭനങ്ങൾ കടന്നു വരണമെങ്കിൽ അതിന് ഇപ്പോൾ ശത്രു ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോവുകയാണ്. അപ്പോൾ ശത്രുവിൻ ആ കോട്ട ഇങ്ങനെ നിൽക്കുകയാണ്. കോട്ടയ്ക്കകത്തോട്ട് കയറാൻ ഒരു മാർഗവുമില്ല. പക്ഷെ ശത്രു രാജ്യം ഏതെങ്കിലും ഒരു വഴിയിൽ ഈ കോട്ടയ്ക്കകത്ത് കയറാൻ ഒരു ചെറിയ പഴുത് നോക്കും. ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്, ബ്രിഡ്ജ് ഹെഡ് എന്നാണ് പറയുന്നത്. എ സ്പേസ് ടു സ്റ്റെപ്പ് ഇൻ, a space to put a foot in. Do not give devil a foothold. പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറയും. നമുക്കറിയാം, അപ്പോൾ ഒരു ഇടമുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രലോഭനം നമ്മളിൽ വേര് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ടെംപ്ടേഷൻ എവിടെ നോക്കിയാണ് ഈ ടെംപ്ടേഷൻ വരുന്നത്? സംടൈംസ് ദി അറ്റാക്ക് കംസ് ഫ്രം ഔട്ട്സൈഡ്. There are people from other people. നമുക്ക്
പുറത്തു നിന്നുള്ള ആൾക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്നേഹിതരിൽ നിന്നായിരിക്കും നമ്മളെ പാപത്തിലേക്ക് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലേക്ക് നയിക്കുന്ന പുറത്തു നിന്നായിരിക്കും. ഒരു സ്പാനിഷ് പ്രോവേർബ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടെൽ മീ യുവർ ഫ്രണ്ട് ആൻഡ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ. വേറൊരു സെയിങ് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: വെൻ ദ ക്യാരക്ടർ ഓഫ് എ മാൻ ഇസ് നോട്ട് ക്ലിയർ ടു യു, ലുക്ക് അറ്റ് ഹിസ് ഫ്രണ്ട്. നിന്റെ സ്നേഹിതൻ ആരാണെന്ന് പറയൂ, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ആരുടെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന് പറയൂ, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ സ്വഭാവം ആരാണെന്ന് ഞാൻ പറയാം. ഒരു സ്പാനിഷ് ചൊല്ലാണ്. അതുപോലെ ഒരു ജാപ്പനീസ് പ്രോവർബ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന്റെ സ്വഭാവം, വെൻ ദ ക്യാരക്ടർ ഓഫ് എ മാൻ ഇസ് നോട്ട് ക്ലിയർ ടു യു, ഒരു മനുഷ്യന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവന്റെ സ്നേഹിതരെ ഒന്ന് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഹൗ ക്യാൻ ടെംപ്ടേഷൻസ് കം? ഫസ്റ്റ് ഇസ് ഇറ്റ് കംസ് ഫ്രം ഔട്ട്സൈഡ്. എങ്ങനെ? മേ ബി ത്രൂ യുവർ ഫ്രണ്ട്സ്, ത്രൂ പീപ്പിൾ ഹൂം യു ഹാങ് ഔട്ട്. അപ്പം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട് ഇസ് ആൻഡ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ. രണ്ടാമത് ഞാൻ പറഞ്ഞത്, വെൻ ദ ക്യാരക്ടർ ഓഫ് എ മാൻ ഇസ് നോട്ട് ക്ലിയർ ടു യു, ലുക്ക് അറ്റ് ഹിസ് ഫ്രണ്ട്സ്. ഈവൻ ദ ബൈബിൾ സേസ് ദാറ്റ്. 1 Corinthians chapter 15 verses 33. 1 Corinthians 15:33 പറയുന്ന ഒരു വാക്യം: ഡു നോട്ട് ബി ഡിസീവ്ഡ്, ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് മോറൽസ്. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് വഞ്ചിക്കപ്പെടരുത്. അതുകൂടെ ചേർത്ത് വേണം പഠിക്കാൻ. വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കിട്ടുമെന്ന്. പക്ഷെ ഇംഗ്ലീഷിലാണ് ഇച്ചിരി ക്ലിയർ ആയിട്ട്: ഡു നോട്ട് ബി ഡിസീവ്ഡ്, ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ. എന്ന് വെച്ചാൽ മോശപ്പെട്ട കൂട്ടുകെട്ടാണെങ്കിൽ അത് നിന്റെ സ്വഭാവത്തെയും ബാധിക്കും, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം മോശമാകും എന്ന് തന്നെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രോവർബ്സ് 13:20 ഞാനൊന്ന് വായിക്കട്ടെ: ജ്ഞാനികളോടുകൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനെ വ്യസനിക്കേണ്ടി വരും. ഹി ഹു വാക്സ് വിത്ത് വൈസ് മെൻ വിൽ ബി വൈസ്, ബട്ട് ദ കമ്പാനിയൻ ഓഫ് ഫൂൾസ് വിൽ സഫർ ഹാം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ യു ചൂസ് അവർ ഫ്രണ്ട്സ്, അല്ലേ? ഹാങ് ഔട്ട് വിത്ത്, അപ്പം ഞാൻ ഒരിടത്ത് വായിച്ചെങ്ങനെയാണ്: ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ഹു ഹാവ് എ കോമൺ ഫ്യൂച്ചർ, നോട്ട് എ കോമൺ പാസ്റ്റ്. ഇഫ് യു ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ഹു എയിം ഹൈ, you will be influenced by that. But if you hang out with people who have low view of life, it's okay to be like this, it's okay about spiritual life, you will be like that. It's simple. So ഞാൻ പറഞ്ഞു വരുന്നത്, there are friendships which can pull you down. There are friendships which can fill hate in you, poison you. Be careful in who you choose and in the society you move. നമ്മൾ എന്ത് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? നമ്മൾ ഡിസേൺ ചെയ്യുന്നവരായിരിക്കണം, നമ്മൾ വിവേചനമുള്ളവരായിരിക്കണം. ഇഫ് യു ലിസൺ ആൻഡ് എൻജോയ് ഗോസിപ്പ്, ഒരാളുടെ കുറ്റം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 100% ഈ കുറ്റം പറയുന്ന ആൾ നിങ്ങളെപ്പറ്റിയും കുറ്റം പറഞ്ഞിരിക്കും. അപ്പോൾ ടെംപ്ടേഷൻ വരുന്ന വഴി പുറത്തുനിന്ന് വരും. നമ്മളെ ആത്മീയമായി നമ്മളെ താഴ്ത്തുന്ന, നമ്മളെ താഴോട്ട് വലിക്കുന്ന കൂട്ടുകെട്ട് നമ്മൾ വിടുക. ബൈബിൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏഷണി പറയുന്നവർ, കുറ്റം പറഞ്ഞ് വ്യക്തികളെ നമ്മളെ അകറ്റുക. ഇപ്പോൾ ഒരാളുമായിട്ടൊരു പ്രയാസമുണ്ട്, ഇവരെന്തോ ചെയ്യും? അവരോട് കൂട്ടുകാരായിട്ടുള്ളവരെ അടുത്ത് പോയി ഇവർ കുറ്റം പറയും, അകറ്റും, അവരെ തമ്മിൽ അകറ്റും. ഓർത്തു വയ്ക്കും, അങ്ങനെ ചെയ്യുന്ന ബിരുദന്മാരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഡിസേൺ ചെയ്യണം. സോ ടെംപ്ടേഷൻ, അപ്പം നമുക്ക് സംഭവിക്കുന്നത് എന്താ? നമ്മളെ ഉള്ളിൽ നമ്മൾ അതിന് സ്പേസ് കൊടുത്താൽ, എന്ന് മുമ്പേ പറഞ്ഞല്ലോ, സ്പേസ് കൊടുത്താലേ ഇത് കയറത്തുള്ളൂ. ആ സ്പേസ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതിനൊരു സാധനം വേണം, ഒരു ഗ്യാപ്പ് വേണം. നമ്മൾ ഈ കുറ്റം കേൾക്കാനിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത്? രാഷ്ട്രീയമാണ് കേൾക്കാനിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനുള്ള കൂട്ടുകാരെ കിട്ടും. നമ്മളിപ്പോഴും അതിനെപ്പറ്റി ഫോക്കസ്ഡ് ആയിരിക്കും. തമാശ കോമഡി ആണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഫ്രണ്ട്സ് കിട്ടും. നമ്മൾ അതിനെപ്പറ്റി ആയിരിക്കും നമ്മുടെ ചിന്തകൾ എപ്പോഴും. പക്ഷെ ചില ആൾക്കാരുണ്ട്, അവരോട് സംസാരിച്ചാൽ അവർക്ക് ആത്മീയമായ കാര്യങ്ങളെ, അവർക്ക് നിത്യതയുടെ കാര്യങ്ങൾ, കർത്താവിനെ പറ്റി, വചനത്തെ പറ്റിയൊക്കെ പറയാം. ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പല ടൈപ്പിലുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ പറഞ്ഞത് ടെംപ്ടേഷൻസ് വരുന്ന വഴി, പ്രലോഭനങ്ങൾ വരുന്ന വഴിയാണ് നമ്മൾ പറയും. ഒന്നാമത്തേത് പുറത്തുനിന്ന് വരുന്നു. രണ്ടാമത്തേത് സെക്കൻഡ് വേ, ഹൗ ടെംപ്ടേഷൻസ് കംസ്. രണ്ടാമത്തേത് ഞാൻ ഒരിടത്ത് വായിച്ചത് എങ്ങനെയാണ്? പ്രലോഭനങ്ങൾ വരുന്നത്
നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്നും പ്രലോഭനങ്ങൾ വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടെ. ഉദാഹരണത്തിന്, നമ്മളെ കർത്താവ് വിളിച്ചു. അപ്പോൾ കർത്താവിൻ്റെ വചനമനുസരിക്കുവാൻ കർത്താവ് വിളിച്ചു. അപ്പോൾ നമ്മൾ തീരുമാനമെടുത്ത് ഇറങ്ങി നിൽക്കട്ടെ. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവർ പറയും, പറ്റത്തില്ല, നിനക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടാകും, കൂട്ടുകാർ നഷ്ടപ്പെടും, അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ. അല്ലെങ്കിൽ ഒരു വ്യക്തി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ. വീട്ടിലെല്ലാവരും ദൈവമക്കളാണ്. അപ്പോൾ ആ വ്യക്തിയോട്, ആ യവനക്കാരനോട് അല്ലെങ്കിൽ യവനക്കാരത്തിയോട് വീട്ടുകാർ പറയും, മാതാപിതാക്കൾ പറയും, സൂക്ഷിച്ചോണം, ബുദ്ധിയോടെ വേണം, പട്ടിണി കിടക്കേണ്ടി വരും. ദൈവം വിളിച്ചതാണ് ഈ വ്യക്തിയെ. പക്ഷെങ്കിൽ സ്നേഹിക്കുന്നവർ സ്നേഹം കൊണ്ട് പറയുകയാണ്, പോകരുത്, നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. അതിന് വാക്യം കൂടെ കൊണ്ടുവരും, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം, ചാടിക്കയറി ഇറങ്ങിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞ് ആ ദൗത്യത്തിൽ നിന്നും പുറകോട്ട് മാറ്റുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ടെംപ്റ്റേഷൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് ത്രൂ പീപ്പിൾ ഹു ലവ് us. ഈവൻ ജീസസ് ഫേസ് ദാറ്റ്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നി. യേശുവിനെ ഇങ്ങനെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് എന്താണെന്നറിയാമോ? യേശു നമുക്കറിയാം ഒരു പാവപ്പെട്ട ഭവനത്തിൽ ജീവിച്ചു. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 3:21 വായിക്കാം. അപ്പോൾ യേശു 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുക. 12 വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നിയമത്തിൽ നമുക്ക് കാണുന്നത്. പക്ഷേ നമുക്ക് ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഉള്ള അറിവനുസരിച്ച് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്, യേശു നസറത്തിൽ പോയി മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്നു, ഇളയത്തങ്ങളുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി മൂത്തവനായ യേശു പണികൾ ചെയ്ത് അവരെ സഹായിച്ചു. പാവപ്പെട്ട കുടുംബമാണെന്ന് ചിന്തിച്ചു, അല്ലേ? അങ്ങനെയാണല്ലോ. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ യേശുവിന് ജനിക്കാൻ കിടത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. പണം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വരത്തില്ലായിരുന്നല്ലോ. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 3 ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് എന്തിനാണെന്ന് ഞാൻ പറയാം. അവൻ്റെ ചാർച്ചക്കാർ, അതായത് ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശു ഇറങ്ങി. മാർക്ക് 3:20 അവൻ വീട്ടിൽ വന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വയ്യാതോണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അപ്പോൾ അവൻ്റെ ചാർച്ചക്കാരെന്ന് എഴുതിയിരിക്കുന്നു. അവൻ്റെ ചാർച്ചക്കാരത് കേട്ടു. ചാർച്ചക്കാരെ പറ്റി എന്താ പറഞ്ഞു? അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞു. അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ്റെ അമ്മയെ സഹോദരന്മാരും അവനെ വിളിച്ചു, നീ പുറത്തു വാ. അല്ലെങ്കിൽ അവരോർത്തു എന്താണെന്ന് അറിയാമോ? ജീസസ് വാസ് ത്രോയിങ് ഹിസ് കരിയർ അവേ, അല്ലേ? ജീസസ് വാസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേയിങ് ഇൻ നാസറത്ത് ഈസ് ഗോയിങ് ഔട്ട് ആൻഡ് പ്രീച്ചിങ്. അപ്പോൾ അവൻ്റെ സ്വന്തം കുടുംബക്കാർ അവനെ പ്രലോഭിപ്പിക്കാൻ നോക്കും. ഈവൻ ശുശ്രൂഷയിലായി കഴിഞ്ഞിട്ടും യേശു സ്നേഹിച്ച അല്ലെങ്കിൽ യേശുവിൻ്റെ ഇന്നർ സർക്കിളിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പത്രോസ് എന്തോ ചെയ്തു? യേശു വന്നത് മാനവജാതിയെ രക്ഷിക്കാൻ വേണ്ടി, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ക്രൂശിലേക്ക് പോകാൻ, ക്രൂശിലൂടെയാണ് ആ രക്ഷയുള്ളത്. അപ്പോൾ അത് ഷെയർ ചെയ്തപ്പോൾ പത്രോസ് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞത്, ദ സെക്കൻഡ് വേ റൂട്ട് ഓഫ് ടെംപ്റ്റേഷൻ കംസ് ഇസ് ത്രൂ അവർ ലവ്ഡ് വൺസ്. ആമേൻ. മൂന്നാമത്തേത്, എങ്ങനെയാണ് പ്രലോഭനങ്ങൾ വരുന്നത്? മൂന്നാമത്തേത്, ദ ടെംപ്റ്റേഷൻ കംസ് ഫ്രം ഇൻസൈഡ്. നമ്മുടെ അകത്തുനിന്ന് തന്നെ പ്രലോഭനങ്ങൾ വരുന്നു. നോട്ട് ഓൺലി ഫ്രം ഔട്ട്സൈഡ് ബട്ട് ഫ്രം ഇൻസൈഡ്. അതിൻ്റെ ഒരു കാരണം കൂടെയുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മൂന്നാമത്തെ വഴി, മൂന്നാമത്തെ ടെംപ്റ്റേഷൻ ഫ്രം ഇൻസൈഡ്, അകത്തുനിന്ന് വരുന്ന പ്രലോഭനങ്ങൾ, നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന പ്രലോഭനങ്ങൾ. അപ്പോൾ if there was nothing in us to which the temptation could appeal, then it would be helpless to defeat us. നമ്മുടെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൽ ഈ പ്രലോഭനത്തിനെ അട്രാക്ട് ചെയ്യാൻ, കാന്തം പോലെ ഇങ്ങനെ അട്രാക്ട് ചെയ്യാൻ ഒന്നും ഇല്ലെന്നിരിക്കട്ടെ, ഈ ടെംപ്റ്റേഷൻ നമ്മുടെ അടുത്ത് വരുമോ? ഉദാഹരണത്തിന് ചിലർക്ക് സിഗരറ്റ് വലിക്കുന്ന ഭയങ്കര ഞാനൊരു എക്സാമ്പിൾ പറയാം. സിഗരറ്റ് വലിക്കുന്ന ഭയങ്കര ഒരു പ്രലോഭനമാണ്. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും പോകത്തില്ല. എത്രയും വില കൂടിയ സിഗരറ്റ് ഇവിടെ കൊണ്ട് വെച്ചാലും എനിക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നത്തില്ല. കാരണം അതെന്നെ അട്രാക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഇൻ എവ്രി വൺ ഓഫ് us there is something
വിച്ച് അട്രാക്ട്സ് ദ ടെംപ്റ്റേഷൻ. നമ്മുടെ ഉള്ളിൽ എല്ലായിടത്തും ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വീക്ക് സ്പോട്ട് ഉണ്ട്. ഇൻ ഈച്ച് വൺ ഓഫ് us there is a weak spot. It would be it's different for different people, and temptation launches its attack at that particular weak spot. നമ്മൾ ഏത് വീക്ക് സ്പോട്ടാണ് നമുക്കുള്ളത്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞാൽ എനിക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിലയുള്ള സിഗരറ്റ് എൻ്റെ അടുത്ത് വെച്ചാലും എനിക്ക് അതിനകത്ത് അട്രാക്ഷൻ ഇല്ല. എന്നാൽ ചിലർക്ക് അത് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്, കാരണം അവൻ്റെ വീക്ക് സ്പോട്ട് അതാണ്. അതുപോലെ മറ്റെന്തും ആയിക്കൊള്ളട്ടെ. സോ ഇറ്റ് മൈറ്റ് ബി, അപ്പോൾ ഈസി ഫോർ യു ടു, ഇറ്റ് മൈറ്റ് ബി ഈസി ഫോർ മീ ടു ഓവർകം സ്മോക്കിംഗ്, ബട്ട് I might have a weak spot, or I have a weak spot for something else. അല്ലേ? The point of vulnerability, ദുർബലതയുടെ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് പലർക്കും പലതാണ്. It might be easy for us to overcome for one person, but the other person might be struggling. ഒരാൾക്ക് മദ്യപാനത്തെ ജയിക്കാനായിട്ട് പുള്ളിയെ ടെംപ്റ്റ് ചെയ്യാനേ ഒക്കത്തില്ല. എത്ര വില കൂടി മദ്യം കൊണ്ട് വെച്ചാലും പുള്ളിക്ക് അതിനകത്ത് ഈ ജഡം അതിനകത്ത് അട്രാക്റ്റീവ് അല്ല. പക്ഷെ ചിലർക്ക് ഭയങ്കര സ്ട്രഗിളാണ്, അല്ലേ? അതുപോലെയാണ് ഇൻ എവ്രി മാൻ ദർ ഇസ് ദ വീക്ക് സ്പോട്ട്. ഓരോരുത്തരുടെ ഉള്ളിലും ആ ഒരു ബലഹീന, അത് പലതായിരിക്കാം. ചില ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട്. അത് സൂക്ഷിച്ചില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിക്കും. അതെന്തുമായിക്കൊള്ളട്ടെ. മദ്യപാനമാകാം, പുകവലിയാകാം, കോപമാകാം. There will be some weak spot in all of us. One or more, I don't know. നമുക്ക് നമ്മളെ തന്നെ ഇത് പറയുമ്പോൾ തന്നെ we can identify with that, അല്ലേ? So somewhere in every man there is a flaw, some sort of temperament or some sort of nature which can ruin our life. Some instinct or some passion which is so strong that it can snap the leash at any time, or the volcano can burst at any time, and it can cause serious problems. We should realize it, and we should be on watch. ഞാൻ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ചിലപ്പോൾ പലർക്കും പല രീതിയിലാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ വാച്ച്ഫുൾ ആയിരിക്കണം. ഇതിന് പരിഹാരം എന്താ? വാട്ട് ആർ ദ ഡിഫെൻസസ് അഗെയിൻസ്റ്റ് ടെംപ്റ്റേഷൻസ്? അതുകൂടെ പറയാതെ നമുക്ക് തീർക്കാനൊക്കത്തില്ല. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തിക്കോളാം. What are the defenses for these temptations? We identified it, but now I have to tell you the defenses as well. It's for me also. So, first thing, ഒന്നാമത്തെ കാര്യം, ഡിഫെൻസ് ഓഫ് സെൽഫ് റെസ്പെക്റ്റ്. നമുക്ക് സ്വയം ഒരു ആത്മാഭിമാനം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് തന്നെ പറയാം. നെഹമ്യാവ് നല്ല ജോലിക്കാരനായിരുന്നു. അവിടെ നിന്ന് താന് യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ട് ഭാരപ്പെട്ട് താന് യെരുശലേമിലേക്ക് പോയി. ദൂരെ നിന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. അവിടെ ചെന്ന് താനിങ്ങനെ പണി തുടങ്ങിയപ്പോൾ എതിർപ്പുണ്ടായപ്പോൾ ഒരു ദിവസം ആൾക്കാർ പറഞ്ഞു, നിന്നെ അവർ കൊല്ലാൻ നോക്കുന്നു, നീ ഇവിടുന്ന് ഓടിപ്പോ, അല്ലെങ്കിൽ നീ പണി ചെയ്യേണ്ട, നീ ആലയത്തിനകത്ത് കയറി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അത് ഇതോടെ ചേർത്തൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നെഹമായ 6:11. ഞാൻ എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകുകയില്ല. സോ വെൻ he got a news that they are going to kill him, and they told that go hide in the inner room of the temple, don't go out, don't do this work. So what did he say? But I said, should a man like me flee? And could one such as I go into the temple and save his life? I will not go in. So what does that mean? എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ഒരു സംഭവ കഥ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. American president called James Garfield. He was the 20th president. ഇപ്പോഴത്തെ എത്രാമത്തെ പ്രസിഡന്റാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അമേരിക്കൻ പ്രസിഡന്റ് 45th. So just imagine, it was years back. So while he became president, he was one of the shortest, he served US for the very short period. His name was James Garfield. So one day, a person came and told him, sir,
if you do this, you will get a great amount of profit. But it was not an honorable thing to do. And then he told, no one will know. ഒരാൾ ഈ പ്രസിഡന്റിന് അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, സാറേ ഇന്ന ഒരു കാര്യം ചെയ്യാമെങ്കിൽ നിനക്ക് ഭയങ്കര ഗുണമാണ്, ആരും അറിയത്തില്ല. പക്ഷെ അത് ചില മോശപ്പെട്ടൊരു കാര്യമായിരുന്നു, അപമാനിക്കപ്പെടാൻ വരുന്നൊരു കാര്യം. പക്ഷെ പുള്ളി പറഞ്ഞു ആരും അറിയത്തില്ല, ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് പ്രോഫിറ്റ് ഫോർ യു. യു നോ വാട്ട് ഈസ് സെഡ്? നോ വൺ വിൽ നോ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത് അറിയാം? പ്രസിഡന്റ് ഗാർഫീൽഡ് പുള്ളി പറയാണ്, ഹിസ് ആൻസർ വാസ്, പ്രസിഡന്റ് ഗാർഫീൽഡ് വിൽ നോ ആൻഡ് ഐ ഹാവ് ഗോട്ട് ടു സ്ലീപ്പ് വിത്ത് ഹിം. പ്രസിഡന്റ് ഗാർഫീൽഡ് അതറിയും. ആരാ? തന്നെ പറയാം. ആ തെറ്റും കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങേണ്ടി വരും. അതൊരു ദൈവത്തിലായിരുന്നു. ഹി വാസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. സോ നമ്മൾ ചിന്തിക്കുന്നത് the defense of self-respect. So when a man is tempted, ഒരാൾ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അവൻ പറയണം, എന്നെപ്പോലെയുള്ള ഒരുവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? എന്നെപ്പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു പാപം ചെയ്യുമോ? എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എങ്ങനെ ഞാൻ കിടന്നുറങ്ങും? ഇത് ചെയ്തിട്ട് എങ്ങനെ ഞാൻ കിടന്നുറങ്ങും? ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെ ഞാൻ ജീവിക്കും? ആമേൻ. അടുത്തത് രണ്ടാമത്തെ കാര്യം, വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഡിഫൻസസ് അഗൈൻസ്റ്റ് ടെംപ്റ്റേഷൻ. അടുത്തത്, റിമെമ്പർ ഹു യു ആർ. നമ്മൾ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്തിരിക്കട്ടെ, ഇത് നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മളായിരിക്കുന്ന സമൂഹത്തെ അത് ബാധിക്കും. നമ്മൾ സ്നേഹിക്കുന്നതും നമ്മളെ സ്നേഹിക്കുന്നതുമായ ആൾക്കാരുണ്ട്, അവരെ അത് ബാധിക്കും. ആമേൻ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തേണ്ടത് എന്താണ്? നമ്മൾ സ്നേഹിക്കുന്നവരെ ഓർക്കുമ്പോൾ, നമ്മളെ സ്നേഹിക്കുന്നവരെ ഓർക്കുമ്പോൾ നമ്മളൊരു വെളിച്ചമാണ്. നിങ്ങളെ സ്വാധീനിക്കുന്ന ഒത്തിരി പേര് നിങ്ങളുടെ ചുറ്റുപാടും കാണും. നിങ്ങളുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, സമൂഹം, ഒത്തിരി പേര് കാണും. നിങ്ങളുടെ കൂട്ടുകാര്, നിങ്ങളുടെ നെയ്ബേഴ്സ്. അപ്പോൾ ഒരിക്കലും അത് മറക്കരുത്. ഞാൻ ആരാണ്? ഞാൻ ഇത് ചെയ്യുമ്പോൾ ദൈവനാമത്തിന് എന്ത് സംഭവിക്കും എന്നെപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഞാൻ ആരാണെന്ന് ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. A man might be perfectly willing to pay the price of sin, but if only he remembers that his sin will break someone's heart, he will have a strong defense against temptation. ഞാൻ ഈ തെറ്റ് ചെയ്യുമ്പോൾ അനേകരുടെ ഹൃദയം തകർന്നു എന്നുള്ള ചിന്ത വരുമ്പോൾ ആ പ്രലോഭനങ്ങളിൽ ചെയ്യാതിരിക്കും. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. ഭാര്യയുടെ ഹൃദയം തകരും, അല്ലെങ്കിൽ മക്കളുടെ ഹൃദയം തകരും, ഭർത്താവിന്റെ ഹൃദയം തകരും, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ ഹൃദയം ഞാൻ തകർക്കുകയാണെന്നുള്ള ചിന്ത വരുമ്പോൾ, when you know that, when you're doing something, when you're falling into temptation, when you're doing something, you're breaking somebody's heart. Maybe it's your wife's, it's your children's, it's your parents. Then you will not do it. If you love them, you will not do it. നിങ്ങൾ അടുത്തത്, എങ്ങനെയാണ് ജയിക്കാനായിട്ട് സാധിക്കുന്നത്? വാക്യങ്ങൾ എടുക്കുന്നില്ല. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അവിടെ പരീക്ഷ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വാച്ച് ആൻഡ് പ്രേ ദാറ്റ് യു വിൽ നോട്ട് ഫോൾ ഇൻ ടു ടെംപ്റ്റേഷൻസ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് ദൈവസന്നിധിയിൽ കരയാൻ പറ്റും. കർത്താവേ, എനിക്കിതിനോട് കഴിവില്ല. കർത്താവേ, എനിക്ക് ഇതിനകത്തൊന്ന് ജയിക്കാനുള്ള കൃപ നീ തരണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റും. 2 പത്രോസ് 2:9 വായിക്കട്ടെ. 2 Peter chapter 2 verses 9. Then the Lord knows how to rescue the godly from the temptation and to keep the unrighteous under punishment for the day of judgment. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ, ആമേൻ, കർത്താവിന് അറിയാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The Lord knows. പിന്നെ നമ്മൾ കാണുന്നത് എങ്ങനെ ജയിക്കാനായിട്ട് സാധിക്കും. ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണം. പരീക്ഷകൾ ദുഷ്ടൻ കൊണ്ടുവരുമ്പോൾ, പ്രലോഭനങ്ങൾ ദുഷ്ടൻ കൊണ്ടുവരുമ്പോൾ, പ്രലോഭനങ്ങൾ നമ്മുടെ അകത്തുനിന്ന് വരുമ്പോൾ, പ്രലോഭനങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ എങ്ങനെ ജയിക്കാനായിട്ട് സാധിക്കും? ആമേൻ. സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നീ എൻ്റെ സഹിഷ്ണുതയുടെ വചനം കാത്തതുകൊണ്ട് വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ വിടുവിക്കും. അപ്പോൾ ദൈവവചനത്തെ
നമ്മൾ വായിക്കുകയും ഭക്ഷിക്കുകയും നമ്മൾ പ്രമാണിക്കുകയും ചെയ്താൽ പ്രലോഭനങ്ങൾ ജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ then there is the defense of the presence of Jesus Christ. ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതിരോധ പ്രലോഭനങ്ങളിൽ നിന്നുണ്ടാകും. യേശു എന്ന് പറയുന്നത് പലർക്കും ഫോട്ടോയിൽ കാണുന്ന ഒരു രൂപമാണ്. യേശു എന്ന് പറയുന്നത് പലർക്കും ക്രൂശിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു രൂപമാണ്. പലരും ചിന്തിക്കുന്നത് യേശു അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അല്ല, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അത് മാത്രമല്ല, യേശു പറഞ്ഞു ലോകാവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെ പറ്റുന്നു? യേശു ദൈവമാണ്. യേശു സ്വർഗത്തിലുണ്ട്, യേശു ഇവിടെയുണ്ട്, യേശു എൻ്റെ ഉള്ളിലുണ്ട്, യേശു നിങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മളെ പ്രലോഭനങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുന്നത് എന്താണ്? ആമേൻ, അവൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ സോഫയിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് സ്ഥലമുണ്ടെങ്കിൽ യേശു അവിടെ ഒന്ന് ഇരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. What would you do if you suddenly found Christ standing beside you? How would you live if Jesus Christ was a guest in your house? കർത്താവ് നിങ്ങളുടെ വീട്ടിലൊരു അതിഥിയായി വന്നെങ്കിൽ എന്തുമായിരിക്കും അല്ലേ? എന്തോ ഒരു സൂക്ഷ്മതയോടെ വാക്കുകളായിരിക്കും പറയുന്നത്. എന്തോ ഒരു ബഹുമാനത്തോടായിരിക്കും നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. എന്തോ റെസ്പെക്റ്റ് ആയിരിക്കും നമ്മൾ അന്യോന്യം കൊടുക്കുന്നത്. ഭാര്യയോടൊക്കെ സംസാരിക്കുന്ന വാക്കുകൾ എന്തോ ഒരു സ്നേഹത്തോടെ. കാരണം കർത്താവ് അവിടെ ഉണ്ടല്ലോ. നമ്മൾ കർത്താവിനെ റിയലായിട്ട് നമ്മളവിടെ ഇരിക്കാൻ ചിന്തിക്കട്ടെ. എന്തോ ഒരു ബഹുമാനമായിരിക്കും. എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടെ. ആമേൻ. The whole point is Christian faith is Jesus Christ is beside us. He is a guest in every home. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് യേശു നമ്മുടെ ഉള്ളിലുണ്ട്, യേശു നമ്മുടെ അടുത്തുണ്ട്. ഞാൻ അവരിലും അവൻ എന്നിലും. ഇതാണ് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ. ക്രിസ്തുവിൽ നാം, ക്രിസ്തു നമ്മളെ പൊതിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനെ നമ്മൾ വല്ലപ്പോഴും മാത്രം നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയും വല്ലപ്പോഴും മാത്രം ഞായറാഴ്ച കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കുകയും ചെയ്യാൻ പറ്റുന്ന ക്രിസ്തു അല്ല നമ്മുടെ ക്രിസ്തു. ഈസ് ദെയർ എവരിവെയർ. ആമേൻ. ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ നിർത്താം. ഹീസ് ദ അൺഎസ്കേപ്പബിൾ പ്രസൻസ്. ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഒളിച്ചോടാൻ പറ്റാത്ത, ഒളിച്ചു പാർക്കാൻ പറ്റാത്ത ദൈവ സാന്നിധ്യമാണ് യേശുക്രിസ്തു. അപ്പോൾ നമ്മുടെ ജീവിതം യേശു കാണത്തക്കോണം അവന് പ്രസാദമുള്ള ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കും. We have a strong defense against temptations in the memory of the continual presence of Jesus Christ. നിരന്തരമായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ പറയുന്ന വാക്കുകളെല്ലാം എൻ്റെ യേശു കേൾക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്ന ചിന്തകൾ പോലും എൻ്റെ യേശു അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മളെ പ്രലോഭനങ്ങളിൽ നിന്നും നമ്മളെ പ്രതിരോധിക്കും. ഇറ്റ്സ് എ സ്ട്രോങ് ഡിഫെൻസ് അഗേൻസ്റ്റ്. ഞാനിത് പറഞ്ഞപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തോന്നിയല്ലേ? അത് ഈസി അല്ലെന്ന് എനിക്കറിയാം, കാരണം ഞാനൊരു മനുഷ്യനാണ്. പക്ഷേ നമുക്ക് ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ നമ്മുടെ യേശു കർത്താവിനറിയാം. അവനറിയാം നമ്മൾ കടന്നു പോകുന്ന പ്രലോഭനങ്ങൾ എന്താണ്, പരീക്ഷകൾ എന്താണ്. അപ്പോൾ രണ്ട് വാക്കുകൾ ഒന്നിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മളെ അതിനായി ശക്തീകരിക്കും. നമുക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, വീഴാതെ വണ്ണം തന്നെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരെ നിർത്തുവാൻ കഴിവുള്ള ദൈവകരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് എന്നും പ്രാർത്ഥിക്കാം. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.